കണ്ണൂരിലെ CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. തളിപ്പറമ്പിലാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ തട്ടകത്തിലാണ്. പാർട്ടി കോട്ടയിൽ നിന്നാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ പാർട്ടി വിടുകയാണ് ജില്ലാ സെക്രട്ടറി അംഗം TK ഗോവിന്ദൻ. വിശദമായി 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ കുടുംബാധിപത്യം ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. CK വിജയൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിജയൻ നേരത്തെ പറഞ്ഞത് ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചായിരുന്നു. ഈ സാഹചര്യം അതീവ ഗൗരവതരമാണല്ലോ. കണ്ണൂരിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വളരെ സീനിയറായ ഒരു നേതാവ് പരസ്യമായി രംഗത്ത് വന്ന് നേരത്തെ വിജയൻ പറഞ്ഞ പോലെ പക്വമായി ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി വിശദീകരണം നൽകുമ്പോൾ എങ്ങനെ ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? ഒപ്പം പാർട്ടി ഇത് കൃത്യമായി വിശദീകരിക്കേണ്ടിയും വരില്ലേ? മാത്രമല്ല ഇദ്ദേഹത്തിന് TK ഗോവിന്ദന് സ്വന്തമായി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ UDF-ന്റെ പിന്തുണാ സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും പാർട്ടിക്ക് ഇത് എണ്ണി പറയുക അല്ലെങ്കിൽ മറുപടി പറയുക എന്നുള്ളത് സ്വാഭാവികമായും വിഷമമായിരിക്കും രതീഷ്. കാരണം അത്രമാത്രം ലളിതമായ കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ മർമ്മത്തിൽ കൊള്ളുന്ന ആരോപണങ്ങളാണ് എന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്. അതുകൊണ്ട് കുറെ കൂടി അവധാനതയോടുകൂടി ആയിരിക്കും ജില്ലാ കമ്മിറ്റി പ്രതികരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററെ പുറത്താക്കിയതായ വിവരമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് കരുതുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഈ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാക്കി ഒരുപക്ഷെ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുത്താൻ നേതാക്കൾ ശ്രമിക്കണം എന്നില്ല. അത് മാത്രമല്ല P ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഈ വിവരം അറിയാം. അവരെല്ലാം തന്നെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. MV ജയരാജനോട് സംസാരിച്ച സമയത്തെല്ലാം തന്നെ ഒരു കാര്യം പോലും അദ്ദേഹം എതിർത്തില്ല, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ല. അത് ഏറ്റവും അവസാനം പറഞ്ഞത് പക്ഷേ കടുത്ത തീരുമാനമെടുക്കരുത്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ രതീഷ് ആദ്യം ചോദിച്ചതുപോലെ പാർട്ടിക്ക് ഇത് വിശദീകരിക്കുക പ്രയാസകരമായിരിക്കും. കാരണം കഴിഞ്ഞ മാസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഇത്രയും കാലത്തെ സമ്മേളനത്തിലും മണ്ഡലം കമ്മിറ്റികളിലും അത് കഴിഞ്ഞ് മറ്റ് ലോക്കൽ കമ്മിറ്റികളിലും എല്ലാം തന്നെ ഇരുന്ന് പാർട്ടിയുടെ സകലമാന വിവരങ്ങളും അടിമുടി അറിയാവുന്ന എണ്ണി അറിയാവുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ പറഞ്ഞു തോൽപ്പിക്കാനോ ചെറുത്തു നിൽക്കാനോ കഴിയും എന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മത്സരിക്കുമോ, അതിൽ UDF-ന് പിന്തുണയുണ്ടാകുമോ എന്നതാണ്. കൃത്യമായും അദ്ദേഹം മത്സരിക്കും എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല അതിന് UDF-ന്റെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. തളിപ്പറമ്പ് പോലുള്ളൊരു മണ്ഡലത്തിൽ TK ഗോവിന്ദനെ പോലുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ചെറുതല്ലാത്ത ആഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഒരു സാധാരണ നിലയിലാണെങ്കിൽ സാരമില്ല. കാരണം ഇപ്പോൾ PK ശ്യാമളക്കെതിരെ അടിമുടി എതിർപ്പുകൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് TK ഗോവിന്ദൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് മയ്യിൽ, അതോടൊപ്പം തന്നെ ഈ മലപ്പട്ടം, കുറ്റ്യാട്ടൂറൊക്കെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നെടുങ്കോട്ടകൾ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഇത്രയും കാലത്തെ ഏതാണ്ട് 50-ലധികം വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഓരോ വ്യക്തിയെയും കുടുംബത്തെയും തലമുറകളെയും കൃത്യമായി അറിയാവുന്ന ഒരാൾ ഇക്കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അതിന് വിശ്വാസ്യത കൂടും. നമുക്കറിയാം PK ശ്യാമളയുടെ പേര് ആദ്യം ഉയർന്ന സാഹചര്യം അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനത്തെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ TK ഗോവിന്ദൻ നൽകിയിട്ടുള്ളത്. അത് വെറും തെളിവുകളല്ല, അത് സമയം, സന്ദർഭം എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള തെളിവുകളാണ് അദ്ദേഹം നിരത്തുന്നത്. എങ്ങനെയാണ് PK ശ്യാമളയെ കൊണ്ടുവന്നത്? അതിനുവേണ്ടി ആദ്യം പാർട്ടി ഒരു വനിത മത്സരിക്കട്ടെ എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ആ വനിത മത്സരിക്കട്ടെ എന്ന അന്തരീക്ഷം ഉണ്ടാക്കിയതിന് ശേഷം ആ തീരുമാനത്തിന്റെ തൊട്ട് പിന്നാലെയായി PK ശ്യാമള മത്സരിക്കട്ടെ എന്ന് സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശവും ഉയർന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ കാലേക്കുട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു കാര്യം കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസാക്കി എടുക്കുകയായിരുന്നു തന്റെ സംസ്ഥാന സെക്രട്ടറി പദവി ഉപയോഗിച്ച് MV ഗോവിന്ദൻ ചെയ്തത്. അതിന് മറ്റെത്ര പാരമ്പര്യമുള്ളവരോ നേതൃപാഠമുള്ളവരോ അല്ലെങ്കിൽ ഈ പാർലമെന്റിൽ നിയമസഭയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരാളോ അല്ല എന്ന ഒരവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ ഇതിനകത്ത് TK ഗോവിന്ദൻ പറയുന്നതിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്, കാര്യങ്ങളുണ്ട്, ഡാറ്റകളുണ്ട്. CK വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പാർട്ടി കോട്ടയിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി CPM-നെ നിർണായകമായ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. അഴിമതി ആരോപണം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ചർച്ച ചെയ്യപ്പെടുന്നു. വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. UDF-ന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായേക്കുമെന്ന സൂചനകൾ പ്രബലപ്പെടുന്നു. അതിനിടയിൽ ആലപ്പുഴയിൽ G സുധാകരൻ അമരപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. UDF പിന്തുണയ്ക്കുന്നു. അങ്ങനെ പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട കണ്ണൂരിലും ആലപ്പുഴയിലും
ഒക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിടുന്ന പരസ്യമായി രംഗത്തുന്ന സാഹചര്യം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ടി കെ ഗോവിന്ദൻ മത്സരിക്കും എന്നത് അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കുന്നു. പാർട്ടിയിൽ കുടുംബാധിപത്യം ഉണ്ടാകുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അത്തരം ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെ പാർട്ടി രീതിയിൽ തന്നെ കാണുന്ന പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ ബോധപൂർവം സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി തന്നെ ഇടപെട്ടു എന്ന ഗൗരവതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനൊപ്പം തന്നെ പാർട്ടിയിലെ ഇപ്പോഴത്തെ രീതികളിലോട് എതിർപ്പ് കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് പാർട്ടി വിട്ട് മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നത്.